മൈ ഗൈസ്, ഒരു 4-5 ദിവസമായിട്ട് ജിമ്മിനൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് സ്വന്തമായിട്ട് വർക്കൗട്ട് ചെയ്യലാണ് എന്റെ പണി. എന്തൊരു കാര്യത്തിനാണെങ്കിൽ പൈസ വേണമെന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി. അത്യാവശ്യം അറിയാവുന്ന എല്ലാ വർക്കൗട്ടും ഞാൻ തന്നെ സ്വയം ചെയ്തു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു വർക്കൗട്ടും സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റിയ ഒരു വർക്കൗട്ടും പുഷപ്പ് തന്നെയാണ്. കുറെ കാര്യങ്ങൾ സന്തോഷത്തോടു കൂടി ചെയ്യുമ്പോഴും എന്തൊക്കെയോ ബാക്കിൽ വലിയൊരു പ്രശ്നം വരുന്ന പോലെയും ഫീൽ ചെയ്യാറുണ്ട്. എന്താണെങ്കിലും എല്ലായ്പ്പോഴും ഒരുപോലെ ഇരിക്കണം എന്നില്ലല്ലോ. അങ്ങനെ വർക്കൗട്ട് എല്ലാം കഴിഞ്ഞ് ഞാൻ നേരെ റൂമിലോട്ട് പോയി. രാവിലെ കഴിക്കാനുള്ള എഗ്ഗ് വേവിക്കാൻ വെച്ചതിന് ശേഷം ഒരു ചെറു കുളിയും പാസ്സാക്കി വർക്കിനിടാനുള്ള ഷർട്ട് അയൺ ചെയ്തു. അടുത്തൊരു പരിപാടി എന്ന് പറയുന്നത് മുട്ടന്റെ തോടെല്ലാം കളഞ്ഞ പ്ലേറ്റിലാക്കണം. ഇന്ന് രാവിലത്തെ ഫുഡ് എന്ന് പറയുന്ന ഒരു 5 എഗ്ഗും ഒരു 6 ഗോതമ്പ് ബ്രെഡും ആണ്. അതെല്ലാം നല്ല വൃത്തിക്ക് അടിപൊളിയായിട്ട് കഴിച്ചതിന് ശേഷം നോക്കുമ്പോൾ കൂടെയുള്ള വേണിച്ച് റെഡി ന്യൂസ് കാണായിരിക്കുന്നു. ഇവനാണെങ്കിൽ രാഷ്ട്രീയം തലക്കി പിടിച്ചവനുമാണ്. നേരെ ഞങ്ങൾ വണ്ടി എടുത്ത് വർക്കിന് വിട്ടു. ഞാൻ എഗ്ഗ് കഴിക്കുന്നത് കണ്ടിട്ട് അവനക്ക് ഒരു ആഗ്രഹം. പിന്നെ ഞങ്ങൾ ഷോപ്പിലെത്തിയ ഞാൻ എന്റെ വർക്കുകൾ തുടങ്ങി, അവൻ അവന്റെ വർക്കുകൾ തുടങ്ങി. വെറുതെ ഇരിക്കാനൊന്നും സമയം കിട്ടിയില്ല. നേരെ ഉച്ച ചെയ്തു ഞങ്ങൾ വണ്ടി എടുത്ത് നേരെ വിട്ടു. നല്ല അടിപൊളി ഊണ് കിട്ടുന്ന ഒരു ഹോട്ടലിലേക്ക്. ഇവിടെയാണെങ്കിൽ പലതരം കറികളും കിട്ടും, നല്ല സാമ്പാറും കിട്ടും, ലാസ്റ്റ് കൂടാതെ തന്നെ നല്ലൊരു പായസവും കിട്ടും. അത്യാവശ്യം നല്ല തിരക്കുള്ള ഒരു കടയും തന്നെയാണ്. നല്ല മീനൊക്കെ പൊരിച്ചുകൊണ്ട് നമ്മുടെ ഉമ്മർത്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കും. പലപ്പോഴും ഞങ്ങൾ മീൻ മേടിക്കാറില്ല, പക്ഷെ ഒരുപാട് കൊതിയായി കഴിഞ്ഞ് ഞങ്ങൾ 1-2 ഒക്കെ എപ്പോഴെങ്കിലൊക്കെ മേടിക്കാറുണ്ട്. നല്ല അടിപൊളി മാങ്ങാച്ചാറും ഇഞ്ചിപ്പുളിയും മസാല കറിയും അതേപോലെ ബീട്രൂട്ട് ഉപ്പേരിയും. പക്ഷെ എന്തൊക്കെയാണെങ്കിൽ ഇവിടുത്തെ സാമ്പാർ അതൊരു അടിപൊളിയാണ്. അങ്ങനെ എല്ലാം കൂടി കൂട്ടി ഒരു പിടുത്തം കൂടി പിടിച്ചു. ഇവന് ഈ ഹോട്ടൽ ഭയങ്കര ഇഷ്ടമാണ്, കാരണം ഇവിടെ ഫ്രീ ആയിട്ട് പായസം കിട്ടും. അങ്ങനെ വയറൊക്കെ ഒന്ന് സെറ്റ് ആക്കിയതിനു ശേഷം ഞങ്ങൾ നേരെ വർക്കിന് വിട്ടു. ചൂടെന്ന് പറഞ്ഞ വല്ലാത്തൊരു ചൂട്. അങ്ങനെ ഇവന്റെ കൂടെ കുറച്ചു നേരം നുണയും കഥയും പറഞ്ഞിരുന്നു. എന്തൊക്കെ സംസാരിക്കണം, ഇവന്റെ രാഷ്ട്രീയം വിട്ടൊരു കളി ഇവനില്ല. ഇവനൊരു മന്ത്രി ആവണമെന്നാണ് ഇവൻ എന്നോട് പറഞ്ഞത്. അങ്ങനെ ആ കഥയ്ക്ക് ഒരു ഫുൾ സ്റ്റോപ്പ് ഇട്ടതിന് ശേഷം സമയം നോക്കുമ്പോൾ 4-4:30 കഴിഞ്ഞു. നേരെ ചായ കുടിക്കാൻ പോകാന്നുള്ള പ്ലാനിൽ ചായ കുടിക്കാനും വിട്ടു. എന്തൊക്കെയാണെങ്കിലും ചായയും കടിയും ഇവന് നിർബന്ധമാണ്. ഇതാണ് ഞങ്ങളുടെ ചായ കുടി സ്പോട്ട്. എന്തൊക്കെയോ കുറെ സാധനങ്ങളുണ്ട്, വായിക്കൊള്ളാത്ത കുറെ പേര്. ചായ കുടിയും സംസാരവും കഴിഞ്ഞ് മുകളിലോട്ട് നോക്കിയപ്പോഴാണ് ഇരുട്ടായ ഒരു ഫീൽ. നേരെ ബാക്കിയുള്ള വർക്കും ഫിനിഷ് ചെയ്ത് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ റൂമിലേക്ക്. ചൂടെടുത്തിട്ടാണെങ്കിൽ ഒരു അന്തവും കുന്തും ഇല്ലാത്ത ഒരു അവസ്ഥ. ആദ്യം കുളി, പിന്നെ ഭക്ഷണം. ഇത്രയും ചൂടെല്ലാം കൊണ്ടതിന് ശേഷം ഒരു കുളിയൊക്കെ പാസ്സാകുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനം ഉണ്ടല്ലോ, ആഹാ. ഇനി രാത്രി കഴിക്കാനുള്ള ഒരു 5 എഗ്ഗും ഒരു 2 പൊറോട്ടയാണ് ഞാനിന്ന് മേടിച്ചത്. സത്യം പറഞ്ഞാൽ ഞാനിന്ന് ഒരു ഫ്രണ്ടിനെ കണ്ടുപിട്ടി. അവൻ എന്നെ ബീഫും പൊറോട്ടയും കഴിച്ചെന്ന് പറഞ്ഞ് കൊതിപ്പിച്ചിട്ടാണ് അവൻ പോയത്. ഒരു ആഗ്രഹത്തിന്റെ പുറത്ത് മേടിച്ചാണ് ഈ പൊറോട്ട. അപ്പൊ ഇതൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ശരി, ബൈ.